രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ച് പി വി അൻവർ. AKG സെന്റർ ഉദ്ഘാടനത്തിൽ പിണറായിയുടേത് കുടുംബാധിപത്യമെന്ന് വിമർശനം. വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയം ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും പിണറായി വിജയന്റെ ഭരണത്തെ തോൽപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമെന്നും പി വി അൻവർ എടവണ്ണയിൽ പറഞ്ഞു. റിയാസ് അധികാര കേന്ദ്രമായി മാറിയതിനു ശേഷം എന്നെ തടുക്കുക എന്നതിന് ആദ്യമായിട്ട് റിയാസ് ഉപയോഗിച്ചത് നിലമ്പൂരിലെ 21-26 വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ എന്താണ് മാർഗം? ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസനം, അവിടെ നടന്ന മുഴുവൻ പണികളും 16-21 നടന്നാണ്. 21-26 ശേഷം 5 പൈസ നിലമ്പൂരിലേക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കാത്ത വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ കണക്കിന്റെ അടിസ്ഥാനത്തിൽ, സർക്കാരിന്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിലെ വോട്ടർമാരോട്, സഖാക്കളോട് വിശദീകരിക്കേണ്ടതുണ്ട്. അത് വിശദീകരിക്കുക തന്നെ ചെയ്യും. പിണറായിസവും റിയാസും പൂർണ്ണമായും ചർച്ച ചെയ്യപ്പെടുന്ന ആ ഏകാധിപത്യ കുടുംബാധിപത്യ രാഷ്ട്രീയം നിലമ്പൂരിൽ തുറന്നു കാട്ടപ്പെടും. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കുന്നതിന് ഏറ്റവും മുന്നിലുണ്ടാവുക പാവപ്പെട്ട തൊഴിലാളികളും സഖാക്കളും ആയിരിക്കും. കാരണം അവർക്ക് പലതും അറിയാം. അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ആ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇന്നലെ AKG സെന്ററിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. CPMന്റെ ചരിത്രത്തിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി, നാഷണൽ സെക്രട്ടറി ബേബി ഒരു കാഴ്ചക്കാരനായി കയ്യും കെട്ടി ഇങ്ങനെ ഒരു 4 ആൾ അപ്പുറത്ത് നിൽക്കുക. എങ്ങനെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിന്, അതും തന്നെ കേരളത്തിലെ ഒരു ആസ്ഥാന കേന്ദ്രത്തിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് അനുവാദം കൊടുക്കുന്നു? കോൺഗ്രസ് നേതാക്കന്മാർ തിരക്കിയ കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച്. അത് സ്വാഭാവികമായും കോൺഗ്രസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കോൺഗ്രസ് ഒരു ലൂസിലെ ഷർട്ടാണ്, അതിൽ ഇങ്ങനെ പലതും കണ്ടിട്ടുള്ളതാണ്, ഇപ്പോഴുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ ആസ്ഥാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ആയ MA ബേബി ആ ആയിരക്കണക്കിന് സഖാക്കളുടെ കൂട്ടത്തിൽ ഒരു കാഴ്ചക്കാരനായി, നിസ്സഹായനായി, സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ ഒരു മടിയും ഒരു ഉളുപ്പുമില്ലാതെ ഈ കുടുംബാധിപത്യത്തിന്റെ നായകൻ ആ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് എത്ര വേദനയോടുകൂടിയായിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന പാവപ്പെട്ട സഖാക്കൾ കണ്ടിട്ടുണ്ടാവുക? അതെന്താ നിങ്ങൾ ചോദ്യം ചെയ്യാത്തത്? അത് ഇന്ന് ചർച്ചയല്ലല്ലോ. അത് ഏറ്റവും വലിയ ചർച്ചയാക്കേണ്ട വിഷയമല്ലേ? മറ്റൊരു സ്ഥലത്ത് തിരക്കേ ഉണ്ടാക്കിയിട്ടുള്ളൂ. MA ബേബിക്ക് തിരക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് MA ബേബി മൗനം വധിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറയുന്ന രാഷ്ട്രീയം. ഒരു കുടുംബത്തിന്റെ കയ്യിലേക്ക് സംസ്ഥാനത്തിന്റെ CPMന്റെ എല്ലാ ശേഷികളും അടക്കി ഒതുക്കി അതിന്റെ ഒരു കരാള ഹസ്തം സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ അകത്ത് പിണറായിസത്തിന് ഏറാൻ മൂളുന്നവർക്കല്ലാതെ ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു വായ തുറക്കാനും ശേഷിയില്ല. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ കഴിഞ്ഞു. ലോക്കൽ സെക്രട്ടറി പിണറായിയാണ്, ഏരിയ സെക്രട്ടറി പിണറായിയാണ്, ജില്ലാ സെക്രട്ടറി പിണറായിയാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് പിണറായിയാണ്, സംസ്ഥാന സെക്രട്ടറി പിണറായിയാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായിയാണ്, സംസ്ഥാന പോളിറ്റ് ബ്യൂറോ പിണറായിയാണ്. ഇപ്പൊ ഒന്നിനും പറ്റാത്ത സൈഡ് ലൈൻ ചെയ്യപ്പെട്ട കേരളത്തിലെ ലക്ഷക്കണക്കിന് സഖാക്കളുടെ മുന്നിൽ അപമാനിച്ചു വിട്ടിരിക്കുന്നു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയെ. അതാണ് ഇന്നലെ AKG സെന്ററിൽ കണ്ടത്. നിങ്ങൾ അത് ചർച്ച ചെയ്യൂ. പിണറായിസത്തെ അവസാനിപ്പിക്കാൻ, കേരളത്തിന്റെ ജനതയെ രക്ഷിക്കാൻ, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനവികാരം, ആ ജനവികാരത്തിനോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. അതിനൊരു ഒരു തർക്കവും കരുതണ്ട. ഇവിടെ PV അൻവറും UDFുമായിട്ടുള്ള വിഷയമല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടില്ല. ഇന്നലെയൊക്കെ വാർത്തകൾ കണ്ടു. അൻവറിന്റെ അഭിമാന പ്രശ്നമാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു അഭിമാനം ഈ വിഷയത്തിലില്ല. നിങ്ങൾ മനസ്സിലാക്കിയോ? ഞാൻ എന്റെ എല്ലാ അഭിമാനവും എന്താ പറയാ എടുത്തെറിഞ്ഞിട്ടാണ് ഈ പിണറായിസത്തിനെതിരെ MLA സ്ഥാനം രാജിവെച്ച് ഈ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു അഭിമാനമില്ല. ഇത് കേരളത്തിലെ ജനങ്ങളുടെ അഭിമാന പ്രശ്നമാണ്. ആ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ, കേരളീയരുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ, മലയാളിയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ആ സമരത്തിന്റെ മുന്നിൽ, ആ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഒറ്റക്കെട്ടായി ഞാനും
തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഉണ്ടാകും. ആ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസം വരെ ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഗോതയിൽ 1ാം നമ്പറായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനമായിട്ട് ഞങ്ങളുണ്ടാവും. 916 സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്.